Good morning, good morning. Ajay, good morning. And Devika, good morning. Ajay Anangile, good morning, Jaydu. Devika, good morning, Jaydu. Good morning to all. Message option carry good morning on the day. Nalla Sunday Anna, good morning to all. So, Namacharia on the class starting. Last day, Yana Amalapurtu on the power in the school on the Sameta. Examination ആയിരുന്നു നിങ്ങൾ വേണമെന്ന് പറഞ്ഞ ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻ ആയിരുന്നു അന്ന് നമ്മൾ വേഗം ഒന്ന് പറഞ്ഞു പോയത്. സോ ഇന്ന് നമുക്കൊന്ന് നോക്കാം റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്റർ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് റിഡോക്സ് റിയാക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ്. സോ റൈറ്റ് ആസ് എ ഹെഡിങ് then ചാപ്റ്ററിന്റെ നെയിം എടുക്കുക റിഡോക്സ് റിയാക്ഷൻ. ഏറ്റവും മികച്ച ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻ as a heading. Redox reactions. ഓൾറെഡി നിങ്ങളെ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡേഷനും റിഡക്ഷനും അറ്റ് ദ സെയിം ടൈം. ഓക്സിഡേഷൻ മീൻസ് loss of electrons and reduction means the gain of electrons. ഇതാണ് ഇതിന്റെ ഏറ്റവും പുതിയ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്സിഡേഷന്റെ മീനിങ് ഇത് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് റിഡക്ഷന്റെ മീനിങ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ബോർഡിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ വരും. So, Zn അല്ലെങ്കിൽ Zn plus CuSO4 Zn plus CuSO4 gives Zn plus CuSO4. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ഈ റിയാക്ഷൻ പറയുന്നത് ZnSO4 plus Cu ZnSO4 plus Cu. 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ആക്ച്വലി ഇവിടെ നടന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും കോപ്പറിനെ മാറ്റി സിങ്ക് അവിടേക്ക് ചെല്ലുന്നു. സിങ്ക് സൾഫേറ്റ് അയോണിനെ ആണെങ്കിൽ അബ്സോർബ് ചെയ്യുന്നു എന്ന മാറ്റമാണ് ഈ റിയാക്ഷൻ വരുന്നത്. അതായത് സിങ്ക് എന്ന് പറയുന്ന ഈ ആറ്റം സിങ്കിന്റെ അയോണുകളായി മാറും. Zn gives Zn++2 ഇലക്ട്രോൺ. സിങ്കിന്റെ അയോണായി മാറും. സിങ്ക് എന്ന് പറയുന്ന ആറ്റം സിങ്കിന്റെ അയോണുകളായി മാറും. ആ സിങ്കിന്റെ അയോണാണ് അത് സൾഫേറ്റ് അയോണുകളുമായി കമ്പൈൻ ചെയ്താണ് സിങ്ക് സൾഫേറ്റ് ഫോം ചെയ്യുന്നത്. അതായത് ഓക്സിഡേഷൻ എന്നതിന്റെ 11ാം ക്ലാസ്സിലെ മീനിങ് എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്നാണ്. ആരാണോ ഇലക്ട്രോണുകളെ നഷ്ടമാക്കുന്നത് അതാണ് ആ റിയാക്ഷൻ ആണ് ഓൾവേസ് ഓക്സിഡേഷൻ. ഏറ്റവും നല്ല എക്സാമ്പിൾ വീഡിയോ അത് ഈ രീതിയിലാണ്. Na and Cl Na plus Cl NaCl സോഡിയം ക്ലോറിനുമായി കമ്പൈൻ ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യും. Na+Cl NaCl. സോഡിയം ക്ലോറിനോട് കമ്പൈൻ ചെയ്യണമെങ്കിൽ സോഡിയത്തിന്റെ അയോണായി മാറണം. That means Na gives Na++1 electron. Na++1 electron ആയി മാറും. സോഡിയത്തിന്റെ ആറ്റം സോഡിയത്തിന്റെ അയോണുകളായി മാറും. ആ സോഡിയത്തിന്റെ അയോണാണ് ക്ലോറിന്റെ അയോണുമായി കമ്പൈൻ ചെയ്യുന്നത്. സ്റ്റേജ് 1 സോഡിയത്തിന്റെ അയോണായി മാറും. ആറ്റം ഇലക്ട്രോണുകളെ നഷ്ടമാക്കും. സോഡിയത്തിന്റെ ആറ്റത്തിന് ഇലക്ട്രോണുകൾ നഷ്ടമായപ്പോഴാണ് ഈ സോഡിയത്തിന്റെ അയോണായി മാറിയത്. ഞാൻ കൊണ്ടുവന്ന മീനിങ് അതിന് വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ.
That means oxidation means loss of electrons. Oxidation meaning loss of electrons. അതുപോലെ തന്നെ Cl, ക്ലോറിൻ, Cl ഈ ക്ലോറിന്റെ ആറ്റം സോഡിയം നഷ്ടപ്പെടുന്ന ഇലക്ട്രോണിനെ ക്ലോറിൻ ആറ്റം സ്വീകരിക്കുന്നു. സോഡിയം നഷ്ടപ്പെടുത്തുന്ന ഇലക്ട്രോണുകളെ ക്ലോറിൻ ആറ്റം സ്വീകരിക്കുന്നു. That means Cl plus 1 electron equals Cl minus ആയി മാറും. Cl minus ഈ Na പ്ലസും Cl മൈനസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിന്റെ പേരാണ് NaCl. സോഡിയം ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തിയെങ്കിൽ ഈ റിയാക്ഷൻ നടന്നത് ക്ലോറിൻ ഇലക്ട്രോണുകളെ നേടുകയായിരുന്നു. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് അതിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് it is named as reduction. So രണ്ട് കാര്യങ്ങൾ, രണ്ട് വേർഡാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യത്തെ വേർഡ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന വേർഡിന്റെ മീനിങ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ക്ലിയർ. അതുപോലെ തന്നെ രണ്ടാമത്തെ മീനിങ് റിഡക്ഷൻ എന്ന വേർഡിന്റെ മീനിങ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. സോ the term oxidation means loss of electrons and the term reduction means gain of electrons. Clear? Now, ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇത് രണ്ടും ഒരേ സമയം നടക്കുമെങ്കിൽ അത്തരം റിയാക്ഷനെ ഞാൻ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പേരാണ് that means redox reaction. ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയം നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻസ്. Then there is an example. എഴുതുമ്പോ Zn അല്ലെങ്കിൽ NaCl gives NaCl becomes Na plus Cl minus Na plus Cl minus NaCl സോഡിയം Na പ്ലസ് ആയി മാറും. സോഡിയത്തിന്റെ അയോൺ ആയി മാറും. സോഡിയത്തിന്റെ ആറ്റം ബൈ ദ ലോസ് ഓഫ് ഇലക്ട്രോൺസ് അയോണുകളായി മാറും. ആറ്റം അയോൺ ആയി മാറുന്ന റിയാക്ഷന്റെ പേരാണ് ഓക്സിഡേഷൻ. അതുപോലെ തന്നെ Cl മൈനസ് ഈ ക്ലോറിന്റെ ആറ്റം by gaining electrons, അത് ഇലക്ട്രോണിനെ നേടുന്ന ഒരു റിയാക്ഷന്റെ പേരാണ് reduction. ഇതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇനി ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അത് പോയിട്ട് അറിയാം. ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് reducing agent. The component which undergoes oxidation is called reducing agent and the component which undergoes reduction is termed as oxidizing agent. അതിൽ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് ഇതാണ് സിങ്ക് പ്ലസ് CuSO. സിങ്ക് പ്ലസ് Zn plus CuSO. Zn plus CuSO4 gives ZnSO4 plus ZnSO4 plus C. Okay. ഈ റിയാക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കഴിയും. സിങ്ക് എന്ന് പറയുന്ന സിങ്കിന്റെ ആറ്റം രണ്ട് ഇലക്ട്രോണുകളെ നേടുക വഴി അത് സിങ്കിന്റെ അയോണായി മാറുന്നു. ആ അയോണാണ് സൾഫേറ്റുമായി കമ്പൈൻ ചെയ്ത് സിങ്ക് സൾഫേറ്റ് ആയി മാറിയത്. സോ ഞാൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ശരിയല്ലേ? സിങ്കിന്റെ ആറ്റം രണ്ട് ഇലക്ട്രോണുകളെ നേടി സിങ്കിന്റെ അയോണായി മാറുകയും ആ സിങ്കിന്റെ അയോണാണ് അത് സൾഫേറ്റ് അയോണുമായി കമ്പൈൻ ചെയ്യുമ്പോൾ ഫോം ചെയ്ത കോമ്പൗണ്ടാണ് സിങ്ക് സൾഫേറ്റ്. ഇതേ പ്രൊസീജിയർ ഇവിടെ പറഞ്ഞാലും കോപ്പറിന്റെ അയോണിനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് കോപ്പറിന്റെ അയോണുകളിൽ നടക്കുന്നത്. സൾഫേറ്റിന്റെ അയോണുകളുമുണ്ട്. ആ കോപ്പറിന്റെ അയോണുകൾ രണ്ട് ഇലക്ട്രോണുകളെ നേടുക വഴി ഈ കോപ്പറിന്റെ അയോണുകൾ രണ്ട് ഇലക്ട്രോണുകളെ നേടിയപ്പോൾ അത് നേരെ കോപ്പറിന്റെ ആറ്റമായി മാറി. കോപ്പറിന്റെ അയോണുകൾ
രണ്ട് ഇലക്ട്രോണുകളെ നേടിയപ്പോൾ അത് കോപ്പറിന്റെ ആറ്റമായി മാറും. Which means ഇവിടെ നടക്കുന്നത് റിഡക്ഷൻ പ്രോസസ് ആണ്. റിഡക്ഷൻ പ്രോസസ് ആണ്. ഓക്കെ, സോ ആദ്യത്തേത് ഞാൻ എഴുതുന്നത് is oxidation. It is named as oxidation. എങ്കിൽ രണ്ടാമത്തെ ഞാൻ എഴുതുന്നത് it is named as the reduction process ആണ്. ഇനി ഞാൻ പറഞ്ഞ ഏരിയ ആരാണോ ഇലക്ട്രോണുകളെ നഷ്ടമാക്കുന്നത്, ഇന്ന കെമിക്കൽ റിയാക്ഷൻ ആർക്കാണോ ഇലക്ട്രോണുകൾ നഷ്ടമാവുന്നത് ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് മീൻസ് റെഡ്യൂസിങ് ഏജന്റ്. ആരാണോ ഓക്സിഡേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്, ഈ പർട്ടിക്കുലർ റിയാക്ഷനിൽ സിങ്ക് എന്ന് പറയുന്ന ആറ്റമാണ് ഇവിടെ ഓക്സിഡേഷനെ ഇൻവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് സിങ്കിനെ വിളിക്കുന്ന പേരാണ് ഇത് റെഡ്യൂസിങ് ഏജന്റ്. ഈ സിങ്ക് അറിയപ്പെടുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. വീണ്ടും ഞാൻ പറഞ്ഞ ഐഡിയ, ആരാണോ റിഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്, ഏത് എലമെന്റ് ആണോ റിഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ റിയാക്ഷനിൽ കോപ്പർ സൾഫേറ്റ് ആക്ട് ആസ് എ ഓക്സിഡൈസിങ് ഏജന്റ്. ഈ കോപ്പർ സൾഫേറ്റ് ആക്ട് ആസ് എ ഓക്സിഡൈസിങ് ഏജന്റ്. സോ ഇത്രയും കാര്യം ഓർക്കുക. അതുപോലെ തന്നെ റിയാക്ഷന്റെ പ്രോഡക്റ്റിന്റെ ഭാഗത്ത് റെഡ്യൂസിങ് ഏജന്റും ഓക്സിഡൈസിങ് ഏജന്റും പറയാൻ സാധ്യമല്ല. നമ്മൾ നേരെ നോക്കുന്ന റിയാക്ടൻസിന്റെ ഭാഗത്താണ്. വൺ ഓഫ് ദ റിയാക്ടന്റ് ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് അതർ റിയാക്ടന്റ് ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിന്റെ തുടക്കം എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞത് 4 കാര്യങ്ങൾ മാത്രം. ആ 4 കാര്യങ്ങൾ പോയിന്റായി പറയുന്നു. ഓക്സിഡേഷൻ മീൻസ് എന്താണ് ഓക്സിഡേഷൻ? ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്സിഡേഷന്റെ മീനിങ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ. ക്ലിയർ? ഓക്സിഡേഷനിൽ പങ്കെടുക്കുന്ന കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് റെഡ്യൂസിങ് ഏജന്റ്. രണ്ടാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് ഓക്സിഡേഷൻ, രണ്ടാമത്തെ പോയിന്റ് റെഡ്യൂസിങ് ഏജന്റ്. ഏത് കമ്പോണന്റ് ആണോ ഓക്സിഡേഷനിൽ പങ്കെടുക്കുന്നത്, ദോസ് കമ്പോണന്റ് വിച്ച് ഇൻവോൾവ്സ് ഇൻ ഓക്സിഡേഷൻ ഈസ് കോൾഡ് റെഡ്യൂസിങ് ഏജന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ആരാണോ ഇലക്ട്രോണുകളെ നേടുന്നത്, ഏത് കമ്പോണന്റ് ആണോ ഇലക്ട്രോണുകളെ നേടുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. ഓക്കെ, ഏത് കമ്പോണന്റ് ആണോ ഇലക്ട്രോണുകളെ നേടുന്നത്, ആരാണോ ഇലക്ട്രോണുകളെ നേടുന്നത്, ഇലക്ട്രോണുകളെ നേടുന്ന പ്രോസസ്സിന്റെ പേരാണ് റിഡക്ഷൻ. ഇനി ആരാണോ ഇലക്ട്രോണിനെ നേടുന്നത് ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. അതിൽ ആർക്കാണോ അതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്നത്, ഇലക്ട്രോണുകളെ നേടുന്ന വ്യക്തി ആര്, അതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് ഏജന്റ്. ഈ 4 കാര്യങ്ങളാണ് ആദ്യ റൗണ്ടിൽ ഞാൻ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ഐഡിയ? ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ്. സോ റൈറ്റ് ആസ് എ ഹെഡിങ് ഓക്സിഡേഷൻ നമ്പറിലേക്ക് ഞാൻ വരുന്നു. ഓക്സിഡേഷൻ നമ്പർ. സർ റെഡ്യൂസിങ് ഏജന്റ് ഒന്നുകൂടി പറയും. ഓക്കെ, റെഡ്യൂസിങ് ഏജന്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോ ഈ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വളരെ വേഗം വ്യക്തമാകുന്ന കാര്യം നോക്കാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ റിയാക്ഷൻ എന്നത് 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനാണ്. ഒരു ബീക്കറിൽ നമ്മൾ കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ എടുത്തു വെക്കുക. ആ ബീക്കറിലേക്ക് സിങ്കിന്റെ ഒരു റോഡ് താഴ്ത്തി വെക്കുക. ഒരു 1/2-3/4 മണിക്കൂർ കഴിയുമ്പോൾ ആ ബീക്കറിൽ എടുത്തിരിക്കുന്ന കോപ്പർ സൾഫേറ്റിന്റെ നിറം, നീല നിറം നഷ്ടമാകുന്നതായി നമ്മൾ ഒബ്സർവ് ചെയ്യും. പകരം ഒരു ബ്രൗൺ നിറം ആ ബീക്കറിന്റെ സൊല്യൂഷന് നേടിയെടുക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? അന്ന് നമ്മൾ പഠിച്ചു, അത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും അന്ന് പഠിച്ച രീതി ഇങ്ങനെയാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും കോപ്പറിന്റെ അയോണിനെ മാറ്റി
സൾഫേറ്റിന്റെ അയോണുകളെ സിങ്ക് നേടുന്നത് കൊണ്ടാണ് അങ്ങനെ അവിടെ റിയാക്ഷൻ നടന്നത്. അത് ഈ വർഷം നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്. സിങ്കും കോപ്പർ സൾഫേറ്റുമായി റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് സൾഫേറ്റ് ഫോം ചെയ്യുന്നു, കോപ്പർ ഫോം ചെയ്യുന്നു. എങ്ങനെയാണ് സിങ്ക് സൾഫേറ്റ് ഫോം ചെയ്യുന്നത്? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ രണ്ട് സിങ്ക് എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോ പോസിറ്റീവായ എലമെന്റ് ആണ് സിങ്ക്. ആ സിങ്കിന്റെ ആറ്റം ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 2 ഇലക്ട്രോണുകളെ ലിബറേറ്റ് ചെയ്യിപ്പിക്കുന്നു. വേഗം പറയുമ്പോൾ സിങ്ക് അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. സിങ്കിന്റെ ആറ്റം ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. which means equation ഇങ്ങനെ കയറാം. Zn gives Zn2 plus 2 electron. Zn2 plus 2 electron. അപ്പോ ആറ്റം അയോണുകളായി മാറുന്നു ബൈ ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ആറ്റം അയോണായി മാറുമ്പോൾ ഇലക്ട്രോണുകൾ നഷ്ടമാകുന്നു. ആ പ്രവർത്തനത്തെ, ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. അപ്പൊ സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ ഓർ സിങ്കിന്റെ ആറ്റം അത് അയോണുകളായി മാറുന്ന റിയാക്ഷൻ ആണ് ഇന്നത്തെ ഓക്സിഡേഷൻ റിയാക്ഷൻ. സോ ഇതിനെ ഞാൻ ഓക്സിഡേഷൻ, ഇതാണ് ഇന്നത്തെ ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ ഒരു ചോദ്യമാണ് നിങ്ങളുടെ നേരത്തിൽ വരുന്നത്. ആരാണ് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തത്? ആരാണ് ഇലക്ട്രോണുകളെ നഷ്ടമാക്കിയത്? അതിന്റെ മറുപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നാൽ ഇങ്ങനെയായിരിക്കും. സിങ്കിന്റെ ആറ്റമാണ് ഇലക്ട്രോണുകളെ നഷ്ടമാക്കിയത്. ശരിയല്ലേ? ഇലക്ട്രോണുകളെ ആരാണോ നഷ്ടപ്പെടുത്തിയത്, ആറ്റം അയോണായി മാറിയ ഈ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ പേരെന്താ? ഈ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ പേരാണല്ലോ ഓക്സിഡേഷൻ. ക്ലിയർ? ആറ്റം അയോണായി മാറിയെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? ഓക്സിഡേഷൻ. ഇനി എന്റെ ചോദ്യം, ഓക്സിഡേഷനിൽ ഇവിടെ ഇൻവോൾവ് ചെയ്തത് ആരെ? ഓക്സിഡേഷനിൽ പങ്കെടുത്തത് ആരെ? അതിന്റെ മറുപടി നിങ്ങൾ പറയുന്നത് സിങ്കിന്റെ ആറ്റം. ക്ലിയർ? ആ സിങ്കിന്റെ ആറ്റത്തിനെ, ഓക്സിഡേഷനിൽ പങ്കെടുത്ത സിങ്കിന്റെ ആറ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിംഗ് ഏജന്റ്. ക്ലിയർ? ഓക്സിഡേഷനിൽ പങ്കെടുത്തിരിക്കുന്ന, ഓക്സിഡേഷനിൽ പങ്കെടുക്കുന്ന വ്യക്തിയാര്, ആ പങ്കെടുക്കുന്ന സ്പീഷീസ് ആര്, ആ പങ്കെടുക്കുന്ന എലിമെന്റ് ആര്, പങ്കെടുക്കുന്ന ആറ്റമാര്, അതിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിംഗ് ഏജന്റ്. സോ സിങ്ക് അറിയപ്പെടുന്ന പേരാണ് റെഡ്യൂസിംഗ് ഏജന്റ്. ക്ലിയർ? ഇനി ഇതിന്റെ സെക്കൻഡ് വാക്ക്. അപ്പോൾ സിങ്കിന്റെ ആറ്റം സിങ്കിന്റെ എന്തായി മാറി? സിങ്കിന്റെ അയോണുകളായി മാറി. ക്ലിയർ? ഈ സിങ്കിന്റെ അയോൺ ആണല്ലോ സൾഫേറ്റ് അയോണിനെ സ്വീകരിക്കുന്നത്. ഈ സൾഫേറ്റ് അയോണിനെ സ്വീകരിക്കുമ്പോൾ കോപ്പറിന്റെ അയോണുണ്ട്. സോ Cu2+. ഈ കോപ്പറിന്റെ അയോണിന്റെയും സിങ്കിന്റെ അയോൺ ഫോം ചെയ്ത ടൈമിൽ അവിടെ ഫ്രീ ആയ ഈ 2 ഇലക്ട്രോണുകളെ ആര് സ്വീകരിക്കും? കോപ്പറിന്റെ അയോൺ ലീഡ് ചെയ്യും. സോ Cu2+ plus 2 electron Cu ആയി മാറി. അയോൺ ഇലക്ട്രോണുകളെ നേടുന്നു. അയോൺ ഇലക്ട്രോണുകളെ നേടിയെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. ഇലക്ട്രോണുകളെ നേടിയെടുക്കുന്ന ആ ഫിനോമിനോണിനെ, ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. ഇവിടെയും എന്റെ ചോദ്യം വരുന്നു, ആരാണ് ഇലക്ട്രോണുകളെ നേടിയത്? ഇലക്ട്രോണുകളെ നേടിയ വ്യക്തി ആര്? ഇലക്ട്രോണുകളെ നേടിയത് ആരാണ്? ആ ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും: കോപ്പറിന്റെ അയോൺ ആണ്. കോപ്പറിന്റെ അയോൺ ഇലക്ട്രോണുകളെ നേടി എങ്കിൽ ആ കോപ്പറിന്റെ അയോണിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിംഗ് ഏജന്റ്. കോപ്പറിന്റെ അയോണിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിംഗ് ഏജന്റ്. ബട്ട് ആ കോപ്പറിന്റെ അയോൺ റിയാക്ടന്റായി വരുമ്പോൾ അതെങ്ങനെ കാണുന്നത്? കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പറിന്റെ അയോൺ കണ്ടെയ്ൻ ചെയ്യുന്നു
ഈ കോപ്പർ സൾഫേറ്റിനെയാണ് നമ്മൾ മെയിൻ റിയാക്ഷനിൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഐഡിയ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആറ്റം അയോണുകളായി മാറുന്ന പ്രോസസ്സിന്റെ പേരാണ് ഓക്സിഡേഷൻ. ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. ഓക്കെ ആണല്ലോ. ഇനി ആരാണോ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്നത്, ആർക്കാണോ ഇലക്ട്രോൺ നഷ്ടമാവുന്നത്, ആ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് that is reducing agent. Those component which lose electrons is called reducing agent, and those component which accept electrons and those component which accept electrons is called oxidizing agent. Is called oxidizing agent. Idea മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലിയർ? ഓക്കെ. ഇനിയാണ് നമ്മൾ നോക്കുന്നത് എന്താണ് ഓക്സിഡേഷൻ നമ്പർ. എന്താണ് ഓക്സിഡേഷൻ നമ്പർ? ഓക്സിഡേഷൻ നമ്പറിന്റെ മീനിങ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ oxidation number. So ഞാൻ ആദ്യം ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയ മീനിങ് തന്നെയാണ് ആദ്യം പറയാൻ പോകുന്നത്. എനിക്കും നിങ്ങൾക്ക് നല്ല പരിചിതമായ ഒരു കോമ്പൗണ്ട് ആണല്ലോ സോഡിയം. ആറ്റമാണ് കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ്. ഇത് സോഡിയം ക്ലോറൈഡ്. സോഡിയവും ക്ലോറിനുമായി എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന ഉത്തരം ഇങ്ങനെയായിരിക്കും. സോഡിയത്തിന്റെ അയോണുകളായി മാറും. സോഡിയത്തിന്റെ അയൺ ഫോമായ Na+ലേക്ക് മാറുന്നു. സോഡിയം Na+ലേക്ക് വന്നു. അതേ സമയം തന്നെ സോഡിയവുമായി കമ്പൈൻ ചെയ്യുവാൻ വേണ്ടി, സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുവാൻ വേണ്ടി ക്ലോറിൻ Cl- ആയി മാറി. അപ്പോ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ സോഡിയം വെറും ആറ്റമായി തിന്നാൻ ഒക്കത്തില്ല. സോഡിയം ആറ്റം എന്ന് പറയുന്ന അതിന്റെ ആ സ്റ്റേജിൽ നിന്നും സോഡിയം Na+ അയോൺ, സോഡിയം Na+ അയോൺ എന്ന വേറൊരു സ്റ്റേജിലേക്ക് അത് മാറും. അതുപോലെ തന്നെ ക്ലോറിൻ ആറ്റത്തിൽ നിന്നും അത് Cl- അയോൺ, ക്ലോറൈഡ് അയോൺ എന്ന സ്റ്റേജിലേക്ക് അത് മാറി. ഈ രണ്ടു മാറ്റവും എന്തിനു വേണ്ടിയായിരുന്നു? സോഡിയം ക്ലോറൈഡ് രൂപീകരിക്കുവാൻ വേണ്ടിയായിരുന്നു. സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുവാൻ വേണ്ടിയാണ് സോഡിയം Na+ ആയത്, ക്ലോറിൻ Cl- ആയത്. സോ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന ആ വേളയിൽ, ആ ടൈമിൽ ആ എലമെന്റ് ഏത് സ്റ്റേജിലേക്ക് വരുന്നു? ഓക്കെ, ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന വേളയിൽ ആ ആറ്റം ഏത് ലെവലിലേക്ക് വരുന്നുവോ ആ ലെവലിൽ വരുമ്പോൾ അത് നേടിയെടുക്കുന്ന ആ നമ്പർ +1, +2, +3 ആ നമ്പറിന് -1, -2 ആ നമ്പറിന് സോഡിയം എന്ന് പറയുന്ന ആറ്റം സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുവാൻ വേണ്ടി Na+ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വന്നു. +1 എന്ന സ്റ്റേറ്റിലേക്ക് സോഡിയം എത്തി എങ്കിൽ ആ +1നെ വിളിക്കുന്ന പേരാണ് സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ. ക്ലിയർ? അതുപോലെ തന്നെ ക്ലോറിൻ എന്ന ആറ്റം Cl- -1 എന്ന സ്റ്റേറ്റിലേക്ക് എത്തിച്ചേർന്നു. എന്തിനു വേണ്ടി? സോഡിയം ക്ലോറൈഡ് രൂപീകരിക്കുവാൻ വേണ്ടി. ക്ലോറിൻ -1 എന്ന സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് അത് സോഡിയവുമായി കമ്പൈൻ ചെയ്യുന്നത്. ആ സ്റ്റേജിൽ എത്തിയപ്പോൾ അതിന് കിട്ടിയ നമ്പർ
ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. സോ എന്താണ് മീനിങ്? ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുവാൻ വേണ്ടി ആ കോമ്പൗണ്ടിന്റെ രൂപീകരണ വേളയിൽ ആറ്റം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എലമെന്റ് നേടിയെടുക്കുന്ന ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ. സോ ഒരു കോമ്പൗണ്ടിന്റെ രൂപീകരണ വേളയിൽ ആ കോമ്പൗണ്ടിനകത്തുള്ള ആറ്റങ്ങൾ ആ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതിന് വേണ്ടി നേടിയെടുക്കുന്ന വ്യത്യസ്തങ്ങളായ നമ്പേഴ്സിനെ, വ്യത്യസ്തങ്ങളായ വാല്യൂസ്, പോസിറ്റീവ് വാല്യൂ ആകാം, നെഗറ്റീവ് വാല്യൂ ആകാം, സീറോ വാല്യൂ ആകാം, ഫ്രാക്ഷണൽ വാല്യൂ ആകാം, ഇത്തരം വാല്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട് ഒരു 6-7 പോയിന്റ് ഞാൻ സ്ലോയിൽ പറയാം. ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയോ ബുക്കിൽ എഴുതുകയോ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അത് ഷോർട്ടായ ഓർഡർ ഞാൻ എഴുതാം. ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് പോയിന്റ്, ഏതൊരു എലമെന്റിന്റെയും എലമെന്റൽ സ്റ്റേജ് ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. Oxidation number of an element in its elemental form is 0. So point number 1, oxidation number elemental form 0 ആണ്. Elemental form oxidation number in its elemental form is 0. Elementary കണക്കുമ്പോൾ ഏതൊരു നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഏതൊരു എലമെന്റ് ആ എലമെന്റായി തന്നെ കാണപ്പെടുന്നു എങ്കിൽ ബാക്കി ആരുമായും കമ്പൈൻ ചെയ്യാതെ അത് തന്നെ നിൽക്കുന്ന സ്റ്റേജ്, ബാക്കി ആരുമായും കമ്പൈൻ ചെയ്യാതെ ആ എലമെന്റ് തന്നെ നിൽക്കുന്ന സ്റ്റേജിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഓൾവേസ് 0 ആണ്. സോഡിയം, ഞാൻ സോഡിയത്തിന്റെ ആറ്റമാണെങ്കിൽ എന്റെ റൈറ്റ് സൈഡിലും ആരുമില്ല, എന്റെ ലെഫ്റ്റ് സൈഡിലും ആരുമില്ല, ഞാൻ തന്നെ നിൽക്കുകയാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ ഞാൻ തന്നെ പങ്കെടുക്കുന്നു എങ്കിൽ എന്റെ ഓക്സിഡേഷൻ നമ്പർ ഓൾവേസ് 0 ആയിരിക്കും. സോ എക്സാമ്പിൾ, സോഡിയമായി തന്നെയാണ് കാണുന്നതെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഓൾവേസ് 0 ആയിരിക്കും. O2 ഓക്സിജനായി മാത്രം കാണപ്പെടുന്നു. O2 അതിന്റെ വാല്യൂ 0 ആയിരിക്കും. N2 നൈട്രജൻ N2 ആയി കാണപ്പെടുന്നെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും. ക്ലോറിൻ Cl2 0. ക്ലോറിൻ മോളിക്യൂളായി കാണപ്പെടുന്നു, ഓൾവേസ് 0. ആ ക്ലോറിൻ എന്ന് പറയുന്ന എലിമെന്റിന്റെ റൈറ്റിലും ആരുമില്ല, ലെഫ്റ്റിലും ആരുമില്ല. ഇനി വേറെ മെറ്റൽ സിംഗിൾ zero. ലെറ്റർ അതിന്റെ വാല്യൂ 0. വീണ്ടും പറയാം, പൊട്ടാസ്യം K അതിന്റെ വാല്യൂ 0. സോ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ ബുക്കിൽ എഴുതിയെന്ന് ഞാൻ കരുതുന്നു. ലാസ്റ്റായി ആ പോയിന്റ് ഒന്ന് പറയുന്നു. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് in its elemental form is 0. Clear? Point number 2. രണ്ടാമത്തെ alkali metals lithium, sodium, potassium, rubidium, cesium, francium are lithium, sodium, potassium, rubidium, cesium, francium. Oxidation number always +1. So point പറയുമ്പോൾ alkali metals always +1. Alkali metals oxidation number always +1. Clear? Point number 3. For alkaline earth metals, പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം,
ബേരിയം, റേഡിയം. രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്സിഡേഷൻ നമ്പർ ഓൾവേസ് +2 ആയിരിക്കും. ഓക്സിഡേഷൻ നമ്പർ ഓൾവേസ് +2 വരും. സോ പോയിന്റ് നമ്പർ 3, alkaline earth metal. Alkaline earth metal oxidation number always +2. Always +2. Now point number 4. നാലാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് oxidation number of a ion. Oxidation number of a monoatomic ion. ഒരു അയോണിന്റെ Na+ അയോൺ, K+ അയോൺ, Mg2+ അയോൺ, Pb2+ അയോൺ. ഒരു അയോണിന്റെ ഓക്സിഡേഷൻ നമ്പർ അതിന്റെ ചാർജിന് തുല്യമാണ്. Na+ എത്രയായിരിക്കും? +1. K+ എത്രയായിരിക്കും? +1. Mg2+ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? +2. മനസ്സിലായോ? മഗ്നീഷ്യം എന്ന് പറയുന്ന ആറ്റം അതിന്റെ അയണിക് ഫോമിൽ കാണുന്നത് എങ്ങനെയായിരിക്കും? Mg2+ എന്ന്. Mg2+ എങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ പറയുമ്പോൾ നിങ്ങൾ ആ 2+ തിരിച്ചിട്ടാൽ മതി, +2. ക്ലിയർ? സോ നാലാമത്തെ പോയിന്റ് മോണോ അറ്റോമിക് അയോൺ. മോണോ അറ്റോമിക് അയോൺ. മോണോ അറ്റോമിക് അയോൺ സെയിം മാസ് ചാർജ്. സെയിം മാസ് ചാർജ്. മോണോ അറ്റോമിക് അയോൺ സെയിം മാസ് ചാർജ് ആണ്. ചാർജ് തുല്യമാണ്. എക്സാമ്പിൾ Na+ എത്ര വരും? +1. Mg2+ എത്ര വരാം? +2. Mg2+ വാല്യൂ വരും +2. Al3+ വാല്യൂ വരും +3. Al3+ വാല്യൂ വരും +3. Al3+ വാല്യൂ +3. ക്ലിയർ? Cu2+ വാല്യൂ വരും +2. വാല്യൂ വരും +2. ക്ലിയർ ആയില്ലേ? സോ നാലാമത്തെ പോയിന്റ് കഴിഞ്ഞു. പോയിന്റ് നമ്പർ 5. സാർ അതല്ല, ഈ SO4 ചാർജ് എത്ര? ഏത് മോനെ പറഞ്ഞു? SO4 ചാർജ്. ഓക്കെ, ഞാൻ പറയാം. സോ മോണോ അറ്റോമിക് അയോണിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇൻ കേസ് ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ്, നിങ്ങൾ ലാബിൽ ചെയ്ത് നോക്കുന്ന ആനയോണുകളും കാറ്റയോണുകളും. ഫോർ എക്സാമ്പിൾ OH എന്ന് പറയുന്നതിന്റെ അകത്ത് ഞാൻ ആ പോയിന്റ് മൊത്തം പറഞ്ഞതിന് ശേഷം പറയുന്നതായിരുന്നു സൗകര്യം. ഓക്കെ, ക്ലിയർ? ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ 5-6 പോയിന്റ് പറഞ്ഞതിന് ശേഷം പറയുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇനി 4 പോയിന്റ് പറഞ്ഞു. പോയിന്റ് നമ്പർ 5, oxidation number of oxygen. Most of the cases -2. Oxidation number of oxygen, most of the cases -2 ആണ്. -2 ആയിരിക്കും. എന്നാൽ but in case of peroxides, oxygen contained in the peroxide പോലുള്ള കോമ്പൗണ്ടുകളാണെങ്കിൽ, but in case of peroxides ഇതിന്റെ വാല്യൂ always -1 ആണ്. പെറോക്സൈഡ് ലിങ്കേജ്, 2 ഓക്സിജൻ ചേർന്ന് വരുന്ന ലിങ്കേജ്, 2 ഓക്സിജൻ ചേർന്ന് വരുന്ന പെറോക്സൈഡ് ലിങ്കേജിന്റെ കേസ് ആണെങ്കിൽ, 2 ഓക്സിജൻ ചേർന്ന് വരുന്ന പെറോക്സൈഡ് ലിങ്കേജിന്റെ കേസ് ആണെങ്കിൽ അവിടെ വാല്യൂ ഓൾവേസ് -1 ആയിരിക്കും. അവിടെ വാല്യൂ ഓൾവേസ് -1 ആണ്. അവിടെ വാല്യൂ വരാറുള്ളത് -1 ആണ്. ഇനി ഈ ഓക്സിജൻ ആണെങ്കിൽ ഈ അവിടെ സൂപ്പർ ഓക്സൈഡുകൾ അങ്ങനെ KO2 പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് KO2 അത്തരം സൂപ്പർ ഓക്സൈഡുകൾ വരുന്ന കേസിൽ ഓക്സിജന്റെ വാല്യൂ -1/2 ആയിരിക്കും. സൂപ്പർ ഓക്സൈഡ് പെറോക്സൈഡ് -1, സൂപ്പർ ഓക്സൈഡ് -1/2 ആണ്. -1/2 ആണ്. അതുപോലെ തന്നെ ഫ്ലൂറിൻ വരുന്ന കേസിൽ, OF2 ഫ്ലൂറൈഡുകൾ വരുന്ന കേസിൽ ഓക്സിജന്റെ വാല്യൂ പ്ലസ് വാല്യൂ വരാറുണ്ട്. അത് ആ മുമ്പിൽ നമ്മൾ നോക്കിയാൽ മതി. തൽക്കാലം ഈ 3 പോയിന്റ് ഓർക്കുക.
മൂന്ന് പോയിന്റ് മീൻസ് 3 വാല്യൂബിൾ പോയിന്റ് ബേസ്ഡ് ഓൺ ഓക്സിജൻ. നോർമലി ഓക്സിജന്റെ വാല്യൂ -2 ആയിരിക്കും. സാധാരണ എല്ലാ കേസുകളിലും ഓക്സിജന്റെ വാല്യൂ -2 തന്നെ ആയിരിക്കും. എന്നാൽ ഇൻ കേസ് ഓഫ് പെറോക്സൈഡ്സ്, നമ്മൾ പഠിക്കുന്ന പെറോക്സൈഡ് ലിങ്കേജുകളെ കുറിച്ചാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ്, പ്രൊഫൈൽ പഠിക്കാൻ പോകുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ്, ബേരിയം പെറോക്സൈഡ്, അത്തരം കേസുകളിൽ ഓക്സിജന്റെ വാല്യൂ ഓൾവേസ് -1 ആയിരിക്കും. എന്നാൽ സൂപ്പർ ഓക്സൈഡുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സൂപ്പർ ഓക്സൈഡുകൾ അത്തരം കേസ് വരുമ്പോഴത്തേക്ക് ഓക്സിജന്റെ വാല്യൂ -1/2 വരാം. ആറാമത്തെ പോയിന്റ് നമ്പർ 6. ആറാമത്തെ പോയിന്റ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഓൾവേസ് +1 ആയിരിക്കും. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഓൾവേസ് +1 ആണ്. But in case of hydrides, calcium hydride, beryllium hydride, sodium hydride, hydrogen ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടിയ മറ്റ് എലമെന്റുകളുമായി കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രൈഡ്സ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റം വളരെയേറെ ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടിയ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെയും രണ്ടാമത്തെ ഗ്രൂപ്പിലെയും എലിമെന്റുകളുമായി ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേര് ഹൈഡ്രൈഡ്സ് എന്നാണ്. ഇത്തരം ഹൈഡ്രൈഡുകളിൽ മാത്രം ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ -1 ആണ്. ഹൈഡ്രൈഡ്സ് -1 ആണ്. ഹൈഡ്രൈഡ്സ് ഹൈഡ്രജൻ വാല്യൂ -1 ആണ്. ക്ലിയർ? ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞിരുന്നു. നോർമലി ഹൈഡ്രജന്റെ വാല്യൂ എപ്പോഴും +1 തന്നെ. 90% കേസുകളിലും ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 തന്നെയാണ്. 90% കേസിലും ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 തന്നെയാണ്. എന്നാൽ ചില കേസ് ഹൈഡ്രൈഡ്സ് എന്ന് പറയും. എന്താണ് ഹൈഡ്രൈഡ്സ്? ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റുകളായ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉമായിട്ടാണ് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുന്നത് എങ്കിൽ അത്തരം കേസുകളിൽ ഹൈഡ്രജൻ കാണിക്കുന്ന വാല്യൂ +1 ആയിരിക്കും. ഹൈഡ്രജൻ കാണിക്കുന്ന വാല്യൂ -1 ആയിരിക്കും. ആ വാല്യൂ -1 ആണ്. 6 പോയിന്റ് ഞാൻ പറഞ്ഞു. ഏഴാമത്തെ പോയിന്റ്, ആ 8 പോയിന്റ് ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹാലജൻസ്. ഇൻ കേസ് ഓഫ് ഹാലജൻസിന്റെ കേസിൽ -1, -3, -5, -7 ഈ നാല് വാല്യൂസ് ആണ് മെയിൻ ആയിട്ട് വരാനുള്ളത്. എന്നാൽ -3, -5, -7 ഈ വാല്യൂസ് ഈ റെയർ കേസ് ആയിട്ട് മാത്രമേ ഹാലജൻസ് കാണിക്കാറുള്ളൂ. അപ്പൊ നമ്മൾ പഠിക്കുന്ന എങ്ങനെ മോസ്റ്റ് ഓഫ് ദ ഹാലജൻസ് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ തുടങ്ങിയ 4 ഹാലജനും തുടങ്ങിയ 4 ഹാലജൻസുകളും മോസ്റ്റ് ഓഫ് ദ കേസസ് കാണിക്കുന്ന വാല്യൂ -1 ആണ്. ഹാലജൻസ് ഓൾവേസ് ഷോ -1. ബട്ട് ബോയ്സ് ആൻഡ് ഗേൾസ്, നിങ്ങൾ അറിയേണ്ട ഒരു മെയിൻ പോയിന്റ് ഇതാണ്. ഞാനീ പറഞ്ഞ 4 ഹാലജൻസിൽ 1 and only 1 ഹാലജൻ ഫ്ലൂറിൻ മാത്രമേ ഓൾവേസ് എല്ലായ്പ്പോഴും കാണിക്കുന്ന വാല്യൂ -1 ആയിരിക്കും. ബാക്കിയുള്ള 3 അതൊക്കെ ക്ലോറിനും, ബ്രോമിനും, അയഡിനും -1 കൂടാതെ -3, -5, -7 എന്നീ 3 വാല്യൂ ചില കോമ്പൗണ്ടിൽ കാണിക്കാറുണ്ട്. അതൊക്കെ ക്ലോറിനും, ബ്രോമിനും, അയോഡിനും. സോ മോസ്റ്റ് ഓഫ് ദ ഹാലജൻസ് എപ്പോഴും കാണി വാല്യൂ ഏതായിരിക്കും? -1 ആയിരിക്കും. ഇനി നിങ്ങളുടെ +1 ലെവലിൽ നിങ്ങൾ അറിയേണ്ട കാര്യം ഹാലജൻസ് ഓൾവേസ് -1 മാത്രമാണ്. കാര്യം ഫ്ലൂറിനും, ക്ലോറിനും, ബ്രോമിനും, അയഡിനും കാണിക്കുന്ന വാല്യൂ അത്തരം കേസുകളിൽ -1 വരുന്ന കേസ് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
ഹാലജൻസ് ഓൾവേസ് -1 ആണ്. അങ്ങനെ ഓർക്കുക, ഹാലജൻസ് ഓൾവേസ് -1 എന്ന് പറഞ്ഞാൽ അത് 90% ശരിയാകുന്നുള്ളൂ. എന്താ കാര്യം? ക്ലോറിനും ബ്രോമിനും അയഡിനും മോസ്റ്റ് ഓഫ് ദ കേസസ് അത് -1 കാണിക്കുന്നു. എന്നാൽ ചില കേസുകളിൽ -3, -5, -7 എന്നീ വാല്യൂസും അവ കാണിക്കാറുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, ആൽജിബ്രൈക് സം. ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിന് മുഴുവൻ എലമെന്റുകളുടെയും, ഫോർ എക്സാമ്പിൾ ഒരു കോമ്പൗണ്ട് എഴുതി Na2SO4 ഞാൻ എഴുതി. ഈ കോമ്പൗണ്ടിൽ കാണപ്പെടുന്ന ആറ്റംസ് അറിയാം. സോഡിയത്തിന്റെ ആറ്റം ഉണ്ട്, സൾഫറിന്റെ ആറ്റം ഉണ്ട്, ഓക്സിജൻ ആറ്റം ഉണ്ട്. 2 സോഡിയം ഉണ്ട്, 1 സൾഫർ ഉണ്ട്, 4 ഓക്സിജൻ ഉണ്ട്. 2 സോഡിയം, 1 സൾഫർ, 4 ഓക്സിജൻ. ഈ 2 കൊണ്ട് 4 7 ആറ്റങ്ങളുടെയും 2 സോഡിയത്തിന്റെയും 1 സൾഫറിന്റെയും 4 ഓക്സിജന്റെയും ഓക്സിഡേഷൻ നമ്പറുകളുടെ ടോട്ടൽ എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും. അതാണ് ലാസ്റ്റ് പോയിന്റ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് വേരിയസ് എലമെന്റ്സ് ഇൻ എ കോമ്പൗണ്ട് ആഡ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ എന്തായിരിക്കും? ഓൾവേസ് 0 ആയിരിക്കും. ന്യൂട്രൽ കോമ്പൗണ്ട് ആണെങ്കിൽ ഓർക്കുക, ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണെങ്കിൽ എക്സാമ്പിൾ പൊട്ടാസ്യം ക്ലോറൈഡ്. പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. അതിന്റെ മീനിങ് എന്താ? ഈ പൊട്ടാസ്യത്തിന്റെയും ക്ലോറിന്റെയും ഓക്സിഡേഷൻ നമ്പറിന്റെ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. പൊട്ടാസ്യം ആസ് എ ആൽക്കലി മെറ്റൽ +1 ആയിരിക്കും. ക്ലോറിൻ ആസ് എ ഹാലജൻ -1. ആഡ് ചെയ്യുകയെ +1 and -1 0. So for a neutral compound, oxidation number always 0. This is the meaning. So NaCl compound, sodium +1, sodium +1, chlorine -1. ആഡ് ചെയ്ത് എത്രയ്ക്ക്? 0. അതിനർത്ഥം ഏതൊരു കേസിൽ നോക്കാം, KMnO4 കോമ്പൗണ്ട്, KMnO4 പൊട്ടാസ്യം എത്ര വരും? +1. പൊട്ടാസ്യത്തിന്റെ +1. മാംഗനീസ് +7. മാംഗനീസിന്റെ എത്ര? +7. മാംഗനീസ് +7. വാട്ട് അബൌട്ട് ഓക്സിജൻ? -2. ഒരു ഓക്സിജന്റെ -2, 4 ഓക്സിജന്റെ -8. 1 + 7 8. 8 + -8 0. അതിന്റെ അർത്ഥം എന്താ? For a neutral compound, sum of oxidation number always becomes 0. എന്നാൽ but in case of ionic species, then അയോണുകളാണെങ്കിൽ SO4 2-. ഇവിടെ ഈ സൾഫറിന്റെയും 4 ഓക്സിജന്റെയും കൂടെ ഓക്സിഡേഷൻ നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ -2 ആയിരിക്കും. ഇത് ന്യൂട്രൽ കോമ്പൗണ്ട് അല്ല, ഇത് അയണിക് കോമ്പൗണ്ട് ആണ്. ഇൻ കേസ് ഓഫ് അയണിക് കോമ്പൗണ്ടുകളിൽ ആ ഇൻവോൾവ് ചെയ്യുന്ന ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ തുല്യമായിരിക്കും, അവയുടെ ചാർജിന് തുല്യമായിരിക്കും. ഈ സൾഫറിന്റെയും 4 ഓക്സിജന്റെയും കൂടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 തുല്യമായിരിക്കും. അതെങ്ങനെ വന്നു? ആ ചാർജ് എങ്ങനെ വന്നു എന്നാണ് കുറച്ചു പേര് ഒരാൾ ചോദിച്ചത്. സൾഫർ എന്ന് പറയുന്നത് 16ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്, പീരിയോഡിക് ടേബിളിലെ 16ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ് സൾഫർ. എങ്കിൽ സൾഫറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പറിൽ നിന്നും ആ 10 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പർ മൈനസ് ചെയ്താൽ മതി. ഗ്രൂപ്പ് നമ്പർ 16 -10 എത്ര വന്നു?
6. So സൾഫറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കാണുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്ന +6 ആണ്. അതുകൊണ്ട് തന്നെ സൾഫർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു മോസ്റ്റ് ഓഫ് ദ കേസസ് സൾഫറിന്റെ വാല്യൂ ആയിട്ട് വരാവുന്നത് +6 ആയിരിക്കും. സൾഫറിന് വരാവുന്ന മാക്സിമം വാല്യൂ +6 തന്നെ എടുക്കുക. സൾഫർ എന്ന് പറയുന്ന എലിമെന്റ് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വാല്യൂ എത്രയായിരിക്കും? +6. അപ്പോ ഇത് +6 ആണ്. +6 ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഓക്സിജൻ -2 വരും. 4 ഓക്സിജൻ ആണെങ്കിൽ വാല്യൂ വരും. 1 ഓക്സിജൻ -2, 4 ഓക്സിജൻ വരും -8 വരും. അപ്പോ ഈ +6 -8മായി ആഡ് ചെയ്യുമ്പോൾ വരാവുന്ന വാല്യൂ എത്ര? -2. അതാണ് ഈ സൾഫേറ്റ് അയണിന്റെ ചാർജ്. ക്ലിയർ? വൺ മോർ എക്സാമ്പിൾ. OH. What about oxygen? OH. What about oxygen? What about oxygen? -2. What about hydrogen? 1. -2 -+1. ഓൺ ആഡിങ് എത്ര കിട്ടും? -1. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് OH മൈനസ് അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പേഴ്സിന്റെ സം ആണ്. അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പേഴ്സിന്റെ സം ആണ് അതിന്റെ കൂടെ ചാർജ് ആയി കാണപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ SO4 2-, ഫോർ എക്സാമ്പിൾ OH-. One more example. In case of your cationic species, that is NH4. NH4. അവിടെ ഒരു +1 ആണ് NH4. സോ ഈ രീതിയിലാണ് നിങ്ങൾ ഇത്ര കാര്യം നമ്മൾ കൂട്ടിയിരിക്കുന്നത്. അത്രയും പോയിന്റ് ഞാൻ നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. സോ ഈ രീതിയിൽ വരാം. എടുത്ത പോയിന്റ് ഇതായിരുന്നു ഓക്സിഡേഷൻ നമ്പർ. അവിടെ നമുക്ക് വേണ്ടത് 8 പോയിന്റുകൾ ഒന്നുകൂടെ പറഞ്ഞു തരുന്നു. ഫസ്റ്റ് പോയിന്റ്, oxidation number of an element in its elemental state 0. Point number 1. Point number 2, alkali metals always +1. Alkali metal always +1. Point number 3, alkaline earth metal always +2. Alkaline earth metal always +2. Then point number 4, oxidation number of oxygen always -2. But in case of peroxides, it is -1. Point number 5, for hydrogen always +1. But in case of hydrides, it is -1. Point number 6, for a monoatomic ion, same as its charge. Monoatomic ion, same as its charge. Lots of examples are there. Na+ value +1. Zn2+ value +2, Ca2+ value +2, Al3+ value +3, and so on. Clear? അടുത്ത വരാവുന്നു. Point number 7, for a halogen, oxidation number most of the cases value -1. In case of halogens, oxidation number most of the cases -1 ആണ്. -1. But boys and girls, നമ്മൾ നോട്ട് பண்ணிലായിരുന്നു. Fluorine, one and only one halogen, always -1. Clear? Fluorine, the one and only one halogen, always showing -1 as the crucial value -1. Last and final point, algebraic sum of oxidation numbers of oxidation numbers of various elements in a neutral molecule equal to 0, and in ionic species equal to its charge, and in ionic species equal to its charge. Clear the idea? So these are the valuable points you want to remember. Clear? Okay. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുന്നു. ഒരു അൺനോൺ എലമെന്റ് കാണും. ആ അൺനോൺ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഒരു
ഓക്സിഡേഷൻ നമ്പർ തരാത്ത ഒരു എലിമെന്റ് കാണും. ആ എലിമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്പർ 1 ചെയ്ത് കാണിക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ HNO3 ഇതിൽ we want to find the oxidation number of N. കണ്ടുപിടിക്കേണ്ട എലമെന്റിന്റെ ഓക്സിഡേഷൻ അണ്ടർലൈൻ ചെയ്ത് കാണിക്കണം. We want to find the oxidation number of nitrogen. നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ നമ്മൾ പഠിച്ച റൂൾസ് അപ്ലൈ ചെയ്യും, അത്രമാത്രം. സ്റ്റെപ്പ് 1, ഏത് എലമെന്റിനെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ വാല്യൂ ടേക്കൺ ആസ് എക്സ്. നൈട്രജന്റെ വാല്യൂ HNO3 നൈട്രജൻ ടു ബി കാൽക്കുലേറ്റഡ് ടേക്കൺ ആസ് എക്സ്. ഏത് എലമെന്റിനെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ വാല്യൂ ടേക്കൺ ആസ് എക്സ്. നൈട്രജന്റെ എക്സ്. For hydrogen +1, hydrogen +1, hydrogen +1. What about oxygen? ഒരു ഓക്സിജന്റെ -2, ഒരു ഓക്സിജന്റെ -2, ക്ലിയർ? ഒരു ഓക്സിജന്റെ -2. ഇനി ഇത് ന്യൂട്രൽ കോമ്പൗണ്ട് ആണ് എങ്കിൽ ആൽജിബ്രൈക് സം എന്തായിരിക്കും? ആൽജിബ്രൈക് സം 0 ആണ്. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കും. ഹൈഡ്രജന്റെ എണ്ണം 1 into 1 plus. നൈട്രജന്റെ എണ്ണം 1 into x plus ഓക്സിജന്റെ എണ്ണം 3 into ഓക്സിജന്റെ വാല്യൂ -3 into -2 equals HNO3 neutral compound algebraic sum equal to 0. Clear idea? അങ്ങനെ വരുമ്പോൾ 1 plus x minus 6 equals 0, x minus 5 equals 0, x equal plus 5, x equal plus 5. Clear? X equal plus 5. ഒന്നാമത്തെ example. Example number 1. HNO3. We want to find N taken as X. HNO3 നൈട്രജന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഏതാണോ കണ്ടുപിടിക്കേണ്ടത് X. ബാക്കി നമ്മൾ വാല്യൂ കൊടുത്തു. ഹൈഡ്രജന്റെ +1, ഓക്സിജന്റെ -2, ആൽജിബ്രൈക് സം 0. എഴുതിയല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി ഞാൻ ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ ചെയ്തിട്ട് മെസ്സേജ് ഓപ്ഷൻ വഴി അതിന്റെ ആൻസർ സെൻഡ് ചെയ്യണേ. ക്വസ്റ്റ്യൻ നമ്പർ 2. H2SO. Question number 2. H2SO. കണ്ടുപിടിക്കുന്നത് സൾഫർ കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കി സെൻഡ് ചെയ്യൂ. ഒരാൾ സെൻഡ് ചെയ്തു. വെരി ഗുഡ്. ഒരാൾ ആൻസർ സെൻഡ് ചെയ്ത് വേഗം, ബാക്കിയുള്ളവർ വേഗം. ഓക്കെ, രണ്ടാമതൊരാൾ ശരിയാക്കി. 2 പേരായി. 2 പേര് സെൻഡ് ചെയ്തു. 3. ഓക്കെ, വെരി ഗുഡ്. 3 പേര്. 4 പേര്. 5. അഞ്ചാമതൊരാൾ വന്നു. 6. വെരി ഗുഡ്. 6 പേര് സെൻഡ് ചെയ്തു. വെരി ഗുഡ്. വേഗം, ബാക്കിയുള്ളവരെ. ഓക്കെ, വീണ്ടും ഒരാൾ. 7 പേര് സെൻഡ് ചെയ്തു. 8, 9. വെരി ഗുഡ്. 9 പേരായിട്ടുള്ളൂ. 9 പേര് സെൻഡ് ചെയ്തു. 9 പേര് കൃത്യമായ ആൻസർ സെൻഡ് ചെയ്തു. ഇനി ബാക്കിയുള്ളവർ വേഗം ചെയ്തു വിട്ടേ. 9 പേര്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം കൂടെ ഒരു 18 പേരോളം ഉണ്ട്. അതിൽ 9 പേര് മാത്രമേ സെൻഡ് ചെയ്യുള്ളല്ലോ. ബാക്കിയുള്ളൊരു 9, 10 പേര്. 10 പേര്. ഓക്കെ, 11. വെരി ഗുഡ്. 11 പേര് സെൻഡ് ചെയ്തു. സോ ബാക്കിയുള്ള ചെയ്യുന്നുള്ളൂ. ഞാൻ ബോർഡ് വേഗം ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, 12. വെരി ഗുഡ്. 12 പേരായി. 12 പേരോട് ചെയ്തു. ഇങ്ങനെ വരും. H2SO ന്യൂട്രൽ കോമ്പൗണ്ട്. സൾഫറിന്റെ X, ഹൈഡ്രജന്റെ +1, ഒരു ഓക്സിജന്റെ -2. സോ
2 plus x minus 8 equals 0. X equal plus 6. Clear? Again, one more question. Question number 3. Kmn of speed ചെയ്തിട്ട് 12 പേര് ചെയ്തായിരുന്നു. 13 പേര് വേണം. Kmn of mn കാണാം. Kmn of mn. Kmn of mന്റെ വാല്യൂ. ആദ്യത്തെ ക്വസ്റ്റിന് 12 പേര് റെസ്പോണ്ട് ചെയ്തു. ഒരാൾ ഓക്കെ വെരി ഗുഡ്. ഫസ്റ്റ് വൺ വെരി ഗുഡ് ഫസ്റ്റ് വൺ 1 2 3 പേര് 3 പേര് റെസ്പോണ്ട് ചെയ്യുന്നു. 3 പേര് കൃത്യമായ ആൻസർ ഉണ്ട്. 4 വെരി ഗുഡ് 4 പേരായി. 5 അഞ്ചാമത് ഒരാളുകൂടെ ഓക്കെ 5 പേരുടെ ആൻസർ ശരിയാണ്. കറക്റ്റ് ആൻസർ 5 പേര് ആൻസർ ചെയ്യാൻ 5 പേര് ശരി. വീണ്ടും 5 പേര് ചെയ്തോളൂ. 5 പേര് മാത്രമേ സെറ്റ് ചെയ്തോളൂ. ഒന്ന് ചെയ്ത് നോക്കിയേ. 6 ആറാമത്തെ ആടെ ആൻസർ ശരിയാണ്. വെരി ഗുഡ്. 7 പേരായി. 7 പേരുടെ ആൻസർ ശരിയാണ്. വെരി ഗുഡ്. റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. നല്ല രീതിയാണ്. സൺഡേ മോർണിംഗ് ആണ്. പ്രോബ്ലം ചെയ്യാൻ തോന്നുന്നു. വേഗം ചെയ്യുക. 7 പേര് ആൻസർ. 7 പേര്. 8 വെരി ഗുഡ്. 8 പേർ റെസ്പോണ്ട്. 8 പേര് ആൻസറും ശരിയാണ്. 8 പേര് ആൻസർ ശരിയാണ്. ഒരാൾ ലെഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. 9 പേര്. 9 പേരുടെ ആൻസർ ശരിയാണ്. സോ 9 പേര് 10ാമത് അടുത്ത ചോദ്യം തരാം. ഒരാളോട് വേഗം ചെയ്തേ. നമ്മൾ 18 പേരോളം ഉണ്ട്. 10 പേരെങ്കിലും ആൻസർ ചെയ്യണേ. ഒരാളോട് വേഗം ചെയ്യുക. ഒരാളുടെ വേഗം. ഒരാളുടെ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്ത ക്വസ്റ്റ്യൻ തരാം. ഓക്കെ ഒരാളുടെ ചെയ്ത വേഗം. Okay, clear. Then question number 3. Question number 3. ചെയ്തു നോക്കൂ. ഇങ്ങനെ വരും. NA2SO4 സൾഫറിന്റെ വാല്യൂകളുടെ സൾഫറിന്റെ വാല്യൂ. Na2SO4 സൾഫറിന്റെ വാല്യൂ കാണുക. Na2SO4 ന്യൂട്രൽ കോമ്പൗണ്ട്. മൂന്നാമത്തെ ന്യൂട്രൽ കോമ്പൗണ്ട് സൾഫറിന്റെ വാല്യൂ. ഓക്കെ വെരി ഗുഡ്. നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. 2 3 4 പേര് 4 പേര് ചെയ്തു. 5 വെരി ഗുഡ്. നല്ല സ്പീഡ് ചെയ്തു. 5 6 7 8 9 പേര് ഓക്കെ റേഞ്ച് വന്നു. ഈ കഴിഞ്ഞ പ്രോബ്ലം 10 ഓക്കെ വെരി അടുത്ത ദിവസം നമുക്ക് വരാം. അടുത്ത ദിവസം ചെയ്യും. അടുത്ത ദിവസത്തിലേക്ക് വരാം. പൊട്ടാസ്യം സൾഫേറ്റ് K2SO4 പൊട്ടാസ്യം സൾഫേറ്റ് K2SO4 K2SO4 എസിന്റെ വാല്യൂ ആണ്. K2SO4 എസിന്റെ വാല്യൂ. ഓക്കെ അല്പം സ്പീഡാണ്. വെരി ഗുഡ്. നല്ല ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാകും. നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. K2SO4. അടുത്തത് Na2CO3 കാർബണിന്റെ വാല്യൂ. Na2CO3 കാർബൺ. Na2CO3 കാർബണിന്റെ വാല്യൂ. Na2CO3 കാർബണിന്റെ വാല്യൂ. ഹൈ സ്പീഡ്. ഓക്കെ വെരി ഗുഡ്. Na2CO3 കാർബണിന്റെ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ വേറെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. Cr2O72 minus want to find for me. Boys and girls, not a neutral compound അല്ല. Ionic species neutral compound അല്ല. Ionic species ഓർക്കുക. എത്ര വാല്യൂ? Now it is correct. Ionic species ആണ്. Ionic compound +6. Okay, very good. Correct answer +6. ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്യും.
ക്രോമിയത്തിന്റെ എക്സ്. സോ 2x പ്ലസ് 7 ഇൻറ്റു ഓക്സിജന്റെ -2. 7 ഇൻറ്റു -2. 7 ഇൻറ്റു -2 ഈക്വൽ ടു -2 ഉണ്ടോ? അയണിക് കോമ്പൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ വേരിയസ് ഓക്സിഡേഷൻ നമ്പേഴ്സിന്റെ സമ്മ് ചാർജ് തുല്യമായിരിക്കണം. ആ ഓക്സിഡേഷൻ നമ്പേഴ്സിന്റെ സമ്മ് അതിന്റെ ചാർജ് ആയ -2 തുല്യമായിരിക്കണം. സോ ഇറ്റ് ബിക്കംസ് 2x minus 14 equal minus 2x equal 12, x equal plus 6, x equal plus 6 linear. X equal plus 6. Okay. So we do CR2 was 7 to minus. Where question area? Government. Here we go. After difficult Al2SO4 thrice. Al2SO4 thrice. After 2 days. How do you do? Alpha difficult level. Al2SO4 thrice. Al2SO4 thrice is one. Al2SO4 thrice is the value. Al2SO4 thrice is the value one. Al2SO4 thrice is the value. Where what value? Where what? 10-12 പേര് വേഗം ചെയ്യുന്നവരുണ്ടല്ലോ, വേഗം ചെയ്തേ. വേഗം ചെയ്തേ value. 10/3. 10/3. ഓക്കെ, ഒരു വാല്യൂ വന്ന് 10/3 വന്നു. ശരി, then aluminium +3 mono atomic ion. Aluminium always +3 and +3. Sulfur to be calculated. Oxygen -2. Clear? 2 into 3. 2 into 3 plus how many sulfur atoms? 3. 3 into x, 3x plus 4 for 1 oxygen. ഒരു ഓക്സിജന്റെ വാല്യൂ -1. ആകെയുള്ള ഓക്സിജൻ എണ്ണം 4 12 ഓക്സിജൻ. 12 into -2. 12 into -2 equals 0. Total combo. 6 plus 3x minus 24 equals 0. Equals 0. 3x minus 18 equals 0. 3x minus 18 equals 0. 3x equals 18. X equal plus 6. X equal plus 6. X equal plus 6. Al2SO4 thrice. Want to calculate sulfur. Sulfur. Today bracket SO4 thrice. SO4 thrice. അപ്പോൾ ഈ 3 കൊണ്ട് ബ്രാക്കറ്റ് അകത്തേക്ക് ചെയ്യണം. 3 കൊണ്ട് ബ്രാക്കറ്റ് അകത്തേക്ക് ചെയ്യണം. ഇതിലാണ് for aluminium. Mono atomic ion. Aluminium +3. Aluminium +3. 2 into 3 plus 6. ആകെയുള്ള സൾഫർ ആറ്റങ്ങളുടെ എണ്ണം 3. So 3 into x 3x. ആകെയുള്ള ഓക്സിജൻ എണ്ണം 12. 12 into -2 -24. Okay, clear? So ഓക്സിഡേഷൻ നമ്പർ എണ്ണം നോക്കിയത്. സോ ഇന്നത്തെ കാര്യങ്ങൾ ഇന്നോടെ ഞാൻ പറഞ്ഞേക്കാം. ആദ്യം മുതൽ നോക്കാം. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ശ്രദ്ധിക്കും. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി എടുത്തത് oxidation. Oxidation the simple meaning loss of electrons, reduction, gain of electrons. Those components involved in oxidation termed as reducing agent. Those components involved in reduction termed as oxidizing agent. Clear? ആയിട്ട് 4 കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞു എന്താണ് ഓക്സിഡേഷൻ നമ്പർ. ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന ടൈമിൽ ആ കോമ്പൗണ്ട് ഫോം ചെയ്യുവാൻ വേണ്ടി ഒരു എലമെന്റ് ഒരു ആറ്റം നേടിയെടുക്കുന്ന ആ പർട്ടിക്കുലർ വാല്യൂ, ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട 8 പോയിന്റ് പറഞ്ഞു. ഏറ്റവും സിമ്പിളായി പറയുമ്പോൾ പോയിന്റ് നമ്പർ 1 എലമെന്റൽ സ്റ്റേറ്റ് 0.
alkali metal plus 1, alkaline earth metal plus 2, monoatomic ion same as its charge. നാലാമത്തെ പോയിന്റ് ഓക്സിജൻ മൈനസ് 2, അഞ്ചാമത്തെ പോയിന്റ് ഹൈഡ്രജൻ പ്ലസ് 1, ആറാമത്തെ പോയിന്റ് പറയുന്നത് ഈ ഹാലജൻ ഓൾവേസ് മൈനസ് 1, ഹാലജൻ ഓൾവേസ് മൈനസ് 1. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആൽജിബ്രൈക് സം ന്യൂട്രൽ കോമ്പൗണ്ട് ആണെങ്കിൽ 0, അയണിക് കോമ്പൗണ്ട് ആണെങ്കിൽ ഈക്വൽ ടു ഇറ്റ്സ് ചാർജ്. ക്ലിയർ? ഇത് നമ്മൾ 4 പ്രോബ്ലം ചെയ്തു. ബാക്കിയുള്ള കാര്യം നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇനി വേണ്ടത് ഇക്വേഷൻ ബാലൻസിങ് ആണ്. അത് നമുക്ക് നേരിട്ടുള്ള ക്ലാസ്സിലായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ കരുതുന്നു. സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ക്ലിയർ? ഓക്കെ. Thank you. Clear.